നമസ്കാരം. ജില്ലാ വാർത്തകൾ. റോഡ് വികസിപ്പിക്കാൻ നാട്ടുകാർ അനുവദിക്കാത്തതാണ് പലയിടങ്ങളിലെയും പ്രശ്നം. എന്നാൽ ഇവിടെ ഏറെ നാളുകളായി റോഡ് വികസനത്തിനായി മുറവിളി കൂട്ടുകയാണ് ഒരു പറ്റം ആളുകൾ. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡ് വീതി കൂട്ടണമെന്ന ആവശ്യം പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കർമ്മസമിതി പ്രവർത്തകരെ. പ്രധാന വാർത്തകൾ. ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറിയില്ലെങ്കിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് പദ്ധതികൾ തടസ്സപ്പെടുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണ് ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് 20 വർഷം. സ്മാരകം ഇനിയും യാഥാർത്ഥ്യമായില്ല. വിശദമായ വാർത്തകൾ. ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകർ പിന്മാറിയില്ലെങ്കിൽ റോഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പദ്ധതികൾ തടസ്സപ്പെടുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. RBDCയും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി നിർമ്മിച്ച കൈനാടി റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി നിർമ്മിച്ച കൈനാട്ടി റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾ പിന്മാറിയില്ലെങ്കിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പദ്ധതികൾ തടസ്സം നേരിടുമെന്ന് മന്ത്രി പറഞ്ഞു. ടോൾ പിരിച്ചില്ലെങ്കിൽ RBDC കടക്കണിയിലാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ടോൾ പിരിവേ വേണ്ട എന്ന വാദത്തിൽ നിന്ന് അവർ പിന്മാറിയില്ലെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്ന 50ഓളം പ്രവൃത്തികളുണ്ട് RBDCയുടെ, അതെല്ലാം നിർത്തിവെക്കേണ്ടി വരും. അതേപോലെ തന്നെ RBDCക്ക് കടക്കണിയിലാവും. ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ഒരു നയാ പൈസ പോലും എടുക്കാതെയാണ്, അത് ഏറ്റുവാങ്ങാതെയാണ് ഈ പാലങ്ങളും ROBകളും ഒക്കെ RBDCക്ക് നിർമ്മിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതുമായി സഹകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി TO സൂരജ്, MLA CK നാണു, ഇന്ത്യൻ റെയിൽവേ CAO ഡാനി തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, കളക്ടർ CA ലത, മുൻ MP P സധീദേവി, വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ രജനി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല, ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അബൂബക്കർ, ബേബി നാലമ്പ്രത്ത്, P ജയരാജൻ, ഐഷ ഉമ്മർ, DCC പ്രസിഡന്റ് KC അബു, മനേത്ത് ചന്ദ്രൻ, M വേണു, APM മുഹമ്മദ് ഹനീഷ് എന്നിവർ സംബന്ധിച്ചു. മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണ് ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. BJP നേതാക്കളെ ആക്രമിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതി വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, മണ്ഡലം പ്രസിഡന്റ് P പീതാംബരൻ തുടങ്ങിയ നേതാക്കളെ ആക്രമിച്ച ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വിട്ടയച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. DD ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണ് ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിലെ ഒരു വിഭാഗം ഇവർക്ക് ഒത്താശ ചെയ്യുകയാണ്. പിണറായി വിജയനാണോ രമേശ് ചെന്നിത്തലയാണോ ആഭ്യന്തരമന്ത്രിയെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസിലെ ഒരു വിഭാഗം ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുകയാണ്.
എനിക്ക് വാസ്തവത്തിൽ രമേശ് ചെന്നിത്തലയോടാണ് പറയുന്നത്, നിങ്ങളാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അല്ല പിണറായി വിജയനാണോ ഇപ്പോഴും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് രമേശ് ചെന്നിത്തല എങ്കിലും ഒന്ന് പറയണം. അത് ഇവർ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നതിനനുസരിച്ചിട്ടൊന്നും കാര്യങ്ങൾ പല ജില്ലകളിലും പോലീസ് സേനയിലെ പല അംഗങ്ങളും ചെയ്യുന്നില്ല. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി സുരേഷ് അധ്യക്ഷം വഹിച്ചു. ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, BK പ്രേമൻ, VK സജീവൻ, MP രാജൻ, MC ശശീന്ദ്രൻ, NP രാധാകൃഷ്ണൻ, വാസുദേവൻ, ബാലസോമൻ എന്നിവർ നേതൃത്വം നൽകി. കഥയുടെ രാജകുമാരൻ ബേപ്പൂർ സുൽത്താൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 20 വർഷം. കഥയിലും കഥാപാത്രങ്ങളിലും എഴുത്തിന്റെ ലോകത്തും നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഒരു റിപ്പോർട്ട്. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നില്ല അക്ഷരങ്ങളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളിലെ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു വിശ്വവിഖ്യാതമായ പല നോവലുകളിലെയും കഥാപാത്രങ്ങൾ. തുറമുഖ നഗരിയിലെ പത്തേമാരിയുടെ ഈറ്റില്ലമായ ബേപ്പൂരിൽ വയലായിൽ മുറ്റത്തെ മാങ്കോസ്ലിം മരച്ചോട്ടിലിരുന്ന് നിറമങ്ങിയ ഹീറോ പേനയിൽ കോറിയിട്ട അക്ഷരക്കൂട്ടങ്ങളിലെ കഥാപാത്രങ്ങൾ ഇന്നും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. വർഷം 20 കഴിഞ്ഞെങ്കിലും ജൂലൈ 5-ന് ആരാധകരും സുഹൃത്തുക്കളും വയലായിൽ മുറ്റത്തെത്തി ഇമ്മിണി ബല്യ സുൽത്താന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. സോജ രാജകുമാരിയുടെ റെക്കോർഡും ചാരുകസരയും കണ്ണടയും അപ്പം വിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ പാകത്തിന് തയ്യാറാക്കി വെച്ച പൊടിക്കുപ്പിയും വിവിധ പുരസ്കാരങ്ങളും വയലായിൽ തയ്യാറാക്കിയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വൈക്കത്തിന്റെ ഭാര്യ ഫാബിയും മകൻ ആനീസ് ബഷീറും ഇത് നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ ബഷീറിന് ഒരു സ്മാരകമെന്ന സ്വപ്നം ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുകയാണെന്ന് മകൻ ആനീസ് ബഷീർ പറയുന്നു. 20-ാം വർഷത്തിലും ഞങ്ങൾക്കുള്ള ഒരു വേദന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനികളും അപ്രധാനികളുമായ അനേകം പേർക്ക് സ്മാരകങ്ങളും സ്തൂപങ്ങളും മ്യൂസിയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ബഷീറിന് വേണ്ടി അങ്ങനെയൊരു സ്ഥാപനമോ ഒരു സംവിധാനമോ ഒരുങ്ങിയിട്ടില്ല. വരുമായിരിക്കും കേരള സർക്കാർ, കഴിഞ്ഞ 2 സർക്കാരും ഇതിനുവേണ്ടി കാര്യമായി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പണം നീക്കി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു മുട്ട് അതിന് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ആരും താല്പര്യമെടുക്കാതിരിച്ചല്ല, അത് ഞങ്ങൾക്കറിയാം. അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈ 5-ലെ കോരിച്ചെരിയുന്ന മഴയിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളെ വായനക്കാരിൽ ഏൽപ്പിച്ച് എഴുത്തുമതിയാക്കി ബഷീർ യാത്രയായി. ഈ ദിനത്തിൽ ഇന്നും ബേപ്പൂരുകാരുടെ ടാറ്റയെ അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിക്കാൻ ഈ വലിയ ഭൂമിയുള്ളിടത്തോളം കാലം ബഷീറിനെ സ്നേഹിക്കുന്നവരും എഴുത്തിനെ സ്നേഹിക്കുന്നവരുമെത്തും. സജീഷ് കുമാർ തറയിൽ, കൾച്ചറൽ ഡെസ്ക്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയും തുടരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. CPM നെടുമ്പയിൽ ബ്രാഞ്ച് ഓഫീസിനും MCKM കലാവേദിക്കും വേണ്ടി നിർമ്മിച്ച EMS മന്ദിരവും CPM നേതാവ് C ഗംഗാധരൻ അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1.5 മാസത്തെ ഭരണം കൊണ്ട് റെയിൽവേ യാത്രാക്കൂലിയും ചരക്കുകൂലിയും കുത്തനെ വർദ്ധിപ്പിച്ചു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെയാണ് ഇത് ഏറെ ബാധിച്ചത്. ഇതിനു പുറമെ പെട്രോൾ, ഡീസൽ, പാചകവാതകത്തിലും വില കൂടിയതിനു മൂലം സാധാരണക്കാരുടെ ജീവിതം വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. രാജ്യത്തെ മോദി നയിക്കുന്നത് ഏകാധിപത്യത്തിലേക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. CPM നെടുമ്പോയിൽ ബ്രാഞ്ച് ഓഫീസിനും MCKM കലാവേദിക്കും വേണ്ടി നിർമ്മിച്ച EMS മന്ദിരം, ചെറുവണ്ണൂരിൽ CPM നേതാവായിരുന്ന C ഗംഗാധരൻ അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിലേറെ 1 മാസം കഴിയുന്നതിന് മുൻപ് മോദിയുടെ ഏകാധിപത്യ രീതിയും കണ്ടു തുടങ്ങി. ഏതു കാര്യവും തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മാത്രമേ നടക്കാവൂ എന്നതാണ് മോദി തെളിയിച്ചത്. ക്യാബിനറ്റ് കൂട്ടായി തീരുമാനിക്കുന്ന കാര്യങ്ങളടക്കം മോദിയിൽ മാത്രം നിക്ഷിപ്തമാവുകയാണ്. ഇത് രാജ്യത്തെ ഏകാധിപത്യ വാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജുഡീഷ്യറിയുടെ ഉള്ളിൽ പോലും കൈകടത്തുകയെന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് മോദി സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച ജഡ്ജിമാരുടെ പാനലിൽ നിന്നും ഗോപാൽ സുബ്രഹ്മണ്യത്തെ ഒഴിവാക്കിയ നിലപാട് ഇതിന്റെ തെളിവാണ്. 3 വർഷമായി അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരും ജനദ്രോഹ നയങ്ങൾ സാധാരണക്കാർക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് 2-3 ഇരട്ടി വില വർദ്ധിപ്പിച്ചു. കോൺട്രാക്ടർമാർക്ക് കുടിശ്ശിക ഇനത്തിൽ കോടിക്കണക്കിന് രൂപ നൽകാനുള്ളതുകൊണ്ട് നിർമ്മാണ മേഖലയിലും നിശ്ചലമായി. സോളാർ തട്ടിപ്പിലും ഭൂമി തട്ടിപ്പിലും കൂട്ടുനിന്നതുപോലെ അനധികൃത നിർമ്മാണങ്ങൾക്കും കടൽ കായൽ കയ്യേറ്റങ്ങൾക്കും മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. കോടികളുടെ അഴിമതിയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. സർക്കാരിനെ വെല്ലുവിളിച്ച് സ്വാശ്രയ മാനേജ്മെന്റുകൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. മോഡിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ജനവിരുദ്ധ നയങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ നേരിടാൻ പൂർവാധികം ശക്തിയോടെ പോരാടണമെന്ന് VS പറഞ്ഞു. MLA K കുഞ്ഞഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി M ഭാസ്കരൻ EMS ഫോട്ടോ അനാച്ഛാദനം ചെയ്തു.
CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ പി വിഷൻ മാസ്റ്റർ, AK പത്മനാഭൻ, ഏരിയ സെക്രട്ടറി AK ബാലൻ, ഏരിയ കമ്മിറ്റി അംഗം K കുഞ്ഞിരാമൻ, ലോക്കൽ സെക്രട്ടറി KT രാജൻ, AC രാജഗോപാലൻ, AC മനോജ് എന്നിവർ സംബന്ധിച്ചു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിനായുള്ള സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പടിക്കൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. MK രാഘവൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനത്തിനായുള്ള സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് പടിക്കൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. MK രാഘവൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂട്ടായിട്ടുള്ള ശ്രമമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി മുനീർ, അതുപോലെ ഞാൻ, അതുപോലെ MLA, മേയർ എല്ലാം ഒരുമിച്ചാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏറ്റവും താല്പര്യമെടുത്ത കാര്യത്തിൽ 2 തവണ മുഖ്യമന്ത്രി യോഗം വിളിച്ചു, 1 തവണ പൊതുമരാമത്ത് മന്ത്രി യോഗം വിളിച്ചു. അത് ഇടക്കാലത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് വീണ്ടും മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണ് ഈ 11-ാം തീയതി 11 മണിക്ക് തിരുവനന്തപുരത്ത്. അതിൽ വെച്ച് ഈ റോഡ് ശാപമോക്ഷം ലഭിക്കുകയാണ്. എല്ലാ തീരുമാനവും ഉണ്ടാകാൻ പോവുകയാണ്. വികസനം യാഥാർത്ഥ്യമായിട്ട് പോവുകയാണ്. MGS നാരായണൻ അധ്യക്ഷം വഹിച്ചു. MLA പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് മാത്യു കട്ടിക്കാന, മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ, DCC പ്രസിഡന്റ് KC അബു, KV സുബ്രഹ്മണ്യൻ, PT ജനാർദ്ദനൻ, PV ബാലൻ, മനേത്ത് ചന്ദ്രൻ, മുൻ മേയർ T ദാസൻ, ഡോക്ടർ K മൊയ്തു, തോമസ് പാറക്കാട്, വിവേകാമൃത ചൈതന്യ, OJ റോബിൻ, MT രാജൻ, സംവിധായകൻ VM വിനു, PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് 4 വരിയായി നവീകരിക്കുന്ന പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിൽ നാട്ടുകാരായ 9 പേർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും റോഡ് ഫണ്ട് ബോർഡ്, നഗരപാത വികസന പദ്ധതി കോർഡിനേറ്റർ എന്നിവർക്കും നോട്ടീസ് അയച്ചിരുന്നു. 3 കക്ഷികൾക്കും വിശദീകരണം സമർപ്പിക്കാൻ 2 ആഴ്ചയാണ് സമയം അനുവദിച്ചിരുന്നത്. 2015 ഏപ്രിലോടെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിൽ 9 പേർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വാർത്തകളിൽ ഒരിടവേള. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന സമീപനവുമായാണ് വിദ്യാഭ്യാസ മന്ത്രിയും UDF സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PK മുഹമ്മദ് റിയാസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച DDE ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് KSTEന്റെ നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന സമീപനവുമായാണ് വിദ്യാഭ്യാസ മന്ത്രിയും UDF സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള മുദ്രാവാക്യത്തിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി നാം കണ്ടതാണ്. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ബാലകൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK സതീഷ്, P രജനി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, VP ഇന്ദിര എന്നിവർ സംസാരിച്ചു. KM സത്യൻ, TK അരവിന്ദാക്ഷൻ, KK രഘുനാഥൻ, VP രാജലക്ഷ്മി, V രാജഗോപാലൻ, PP കാർത്തിയായനി, K സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് PP രഘുനാഥ്, ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു.
അനധികൃതമായി മണ്ണിട്ട് നികത്തിയ പുനത്തിൽ താഴം പുത്തൻപള്ളി വയൽ പ്രദേശത്ത് സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിന് നിയമവിരുദ്ധമായി നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംരക്ഷണ സമിതി കലക്ടറേറ്റ് മാർച്ച് നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ CR നീലകണ്ഠൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. എടക്കാട് പുനത്തിൽ താഴം പുത്തൻപള്ളി വയലുകളും നീർത്തടങ്ങളും മണ്ണിടിച്ച് നികത്തി ഭൂമാഫിയയ്ക്ക് ആശുപത്രി പണിയാൻ നിയമവിരുദ്ധമായി നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പുനത്തിൽ താഴം പുത്തൻപള്ളി വയൽ സംരക്ഷണ സമിതി കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ CR നീലകണ്ഠൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. രോഗം എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങണം ആശുപത്രിയുടെ കാര്യം. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രം വായിച്ചിരിക്കും. കേരളത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ വലിയൊരു പങ്കും നല്ല വെള്ളം കുടിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് എന്നതാണ് സത്യം. സമരസമിതി ചെയർമാൻ MC സുദേശ് കുമാർ അധ്യക്ഷം വഹിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ, BMS സംസ്ഥാന സെക്രട്ടറി P ശശിധരൻ, NTU സംസ്ഥാന സെക്രട്ടറി TN നാരായണൻ മാസ്റ്റർ, KS ഹരിഹരൻ, ഷൌക്കത്ത് അലി എരോത്ത്, TV ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് മച്ചിലോടത്ത്, A പുഷ്പലത എന്നിവർ സംസാരിച്ചു. മാഫിയകൾക്ക് വയലുകൾ നികത്താനും നിയമവിരുദ്ധ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇറിഗേഷൻ കനാലുകൾ നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തി റോഡാക്കി കൈവശപ്പെടുത്താനുള്ള ഭൂമാഫിയകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിൽ നിന്നും മാനേജ്മെന്റ് പിന്മാറണമെന്നും ധർണയിൽ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. K. കരുണാകരന്റെ സ്മരണ നിലനിർത്താൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണെന്ന് K. മുരളീധരൻ MLA. കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. മുരളീധരൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ കൌൺസിൽ കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലാണ് നടന്നത്. K. മുരളീധരൻ MLA ജനറൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരനെ അനുസ്മരിക്കാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുകയാണെന്ന് K. മുരളീധരൻ കുറ്റപ്പെടുത്തി. മോദി സർക്കാരിന്റെ ഇപ്പോഴത്തെ പോക്ക് UDF സർക്കാരിന് ഗുണം ചെയ്യില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കാൻ പോവാണ്. 2 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകും. വിദേശത്തുനിന്നും നല്ല സഹകരണം കിട്ടും. പല ഹഡ്കോന്റെ ചെയർമാൻ ഹരിയാണി അതേപോലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രപ്പോസൽ വന്നിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. ഇത് 2 ആയപ്പോൾ തന്നെ ഡെയിലിയാതെ വർക്കുണ്ടാകുന്ന ഫോണിൽ വിളിക്കാൻ തുടങ്ങി. എല്ലാം നല്ല ഈ പറഞ്ഞ് സീരിയസ് ആണ്. ചെറുതൊരു സീരിയസ് ആയിട്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മതി. സതീഷ് തോട്ടപ്പള്ളി, KC രാമചന്ദ്രൻ, മടപ്പള്ളി മോഹന്, TM ചന്ദ്രൻ, M ശശിധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സഹ്യപർവ്വതം സംരക്ഷിക്കാൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പരിസ്ഥിതി പ്രവർത്തകർ കൂട്ട ഉപവാസം നടത്തി. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CS വിജയൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. പല മീറ്റിങ്ങുകളിലും ഞാനിതിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതിനെ എതിർക്കുന്നവരോട്. എവിടെയാണ് സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ കൃഷിക്കാർക്കോ ആദിവാസികൾക്കോ എതിരായിട്ടുള്ള ഒരു സെന്റൻസ്, ഒരു വാചകം എടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതുവരെ എടുത്ത് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അനിയന്ത്രിതമായ കരിങ്കൽ ചെങ്കൽ ഖനനവും മട്ടിമണൽ നിർമ്മാണവും ശുഷ്കിച്ച സഹ്യപർവ്വതത്തെ വീണ്ടും ശേഷിപ്പിക്കുന്നുവെന്നും വനം സംരക്ഷണ കാര്യത്തിൽ സർക്കാർ പ്രകടിപ്പിച്ച അലംഭാവം പശ്ചിമഘട്ടത്തെ നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇതിനു പുറമെയാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും തീരദേശ പരിപാലന നിയമവും EFL നിയമവും മാഫിയകൾക്ക് വേണ്ടി ഭേദഗതി വരുത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. സർക്കാരിന്റെ ജനവിരുദ്ധമായ ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാനാഞ്ചിറ സ്ക്വയറിന് സമീപം കൂട്ടോപവാസം നടത്തിയത്. പ്രകൃതി സംരക്ഷണത്തിന് നിയമങ്ങളിൽ വിഭാവനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ജില്ലാതല ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളും സംസ്ഥാന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികളും റിവർ മാനേജ്മെന്റ് കമ്മിറ്റികളും പലയിടങ്ങളിലും രൂപീകരിക്കപ്പെട്ടിട്ടുപോലുമില്ല. ഇത്തരം കമ്മിറ്റികൾ ഉടൻ രൂപീകരിക്കണമെന്ന് ഉപവാസത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രൊഫസർ T. ശോഭീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CR നീലകണ്ഠൻ, ഡോക്ടർ K. മാധവൻകുട്ടി, ഗ്രോവാസു, P. വാസു, ഡോക്ടർ അച്യുതൻ, കണ്ണഞ്ചേരി ബാലകൃഷ്ണൻ, MA ജോൺസൺ, സലാം നടുങ്കണ്ടി എന്നിവർ ഉപവാസ സമരത്തിന് പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള കൂടി. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു.
കോർപ്പറേഷൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ടാഗോർ ഹാളിൽ ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും നടത്തി. മേയർ AK പ്രേമചന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റമദാനിൽ സ്നേഹവിരുന്നൊരുക്കി കുടുംബശ്രീയും. കോർപ്പറേഷൻ കുടുംബശ്രീ നേതൃത്വത്തിൽ ടാഗോർ ഹാളിൽ നടന്ന ഇഫ്താർ മീറ്റും സ്നേഹസംഗമവും കൂട്ടായ്മയുടെ പൊതുസന്ദേശമായി. മുൻ മേയർമാരായ MM പത്മാവതി, TP ദാസൻ, O രാജഗോപാലൻ, അഡ്വക്കേറ്റ് UT രാജൻ എന്നിവരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ വിരുന്നിൽ പങ്കെടുത്തു. മേയർ AK പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള പ്രയാണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കുടുംബശ്രീ സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈവിധ്യമാർന്ന നിരവധി പരിപാടികൾക്ക് രൂപവും ഭാവവും നൽകി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുടുംബശ്രീയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും നൂതനമായ പാതയിലൂടെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കുടുംബശ്രീ മുന്നേറുന്നതെന്ന് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളട്ടെ. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഖദീജ മുന്താസ്, മാധ്യമപ്രവർത്തക ഹുസ്ന എന്നിവർ റമദാൻ സന്ദേശം നൽകി. കുടുംബശ്രീ പ്രൊജക്ട് ഓഫീസർ MV റംസി ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. കോഴിക്കോടിന് പുതിയ സംഗീത നൃത്ത കൂട്ടായ്മ ഏക മ്യൂസിക് ആൻഡ് ഡാൻസ് ബാൻഡ് പിറവിയെടുത്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി PG രാജീവ് ഉദ്ഘാടനം ചെയ്തു. സംഗീതവും നൃത്തവും സമ്പന്നമാക്കിയ വേദിയിൽ കോഴിക്കോടിന് പുതിയ സംഗീത നൃത്ത കൂട്ടായ്മ ഏക മ്യൂസിക് ആൻഡ് ഡാൻസ് ബാൻഡ് പിറവിയെടുത്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി PG രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാരുതയാർന്ന ചുവടുകളിൽ ഗണേശ സ്തുതിയാടി ചടങ്ങിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഭാവഗീതങ്ങൾ സദസ്സിനെ ആനന്ദിപ്പിക്കവേ വേദിയിൽ പുതുതലമുറയുടെ ഹരമായ റോക്ക് ഡാൻസിന്റെ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ആധുനിക നൃത്തം അരങ്ങേറി. പാശ്ചാത്യ സംഗീതം ആനന്ദ തിരകൾ ഉയർത്തി. ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ CK പ്രജ്ഞേഷ് അധ്യക്ഷം വഹിച്ചു. ഡയറക്ടർ PK അമൃത, CE ചാക്കുണ്ണി, നടൻ വിനോദ്, UT രാജൻ, സുനിൽ, ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെ തകർക്കുന്ന രീതിയിൽ പ്രതിമാസ റേഷൻ വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചതിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. 7-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന കടയടപ്പ് സമരത്തിൽ തങ്ങളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പങ്കെടുക്കില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാപ്പിള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മാപ്പിള കലാ അക്കാദമിയുടെ ഈ വർഷത്തെ മോയിൻകുട്ടി വൈദ്യർ പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദർ നൽകുമെന്ന് പുരസ്കാര നിർണയ കമ്മിറ്റി അറിയിച്ചു. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ തിരുവനന്തപുരം VJT ഹാളിൽ വെച്ച് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടത്തും. പുരസ്കാര ചടങ്ങിന് ശേഷം വൈകിട്ട് VJT ഹാളിൽ മാപ്പിളപ്പാട്ട് മേളയും വിവിധ മാപ്പിള കലകളുടെ അവതരണവും അരങ്ങേറും. ഇന്ത്യയിലെ ഒന്നാംതരം സാരികൾ, ചുരിദാറുകൾ, ഡ്രസ് മെറ്റീരിയലുകൾ, ബെഡ് കവറുകൾ മുതലായവയുടെ അതിവിപുലമായ ശേഖരവുമായി കലാ സിൽക്സ് എക്സിബിഷൻ കോഴിക്കോട് ക്രൗൺ തിയേറ്റർ മുൻവശത്തുള്ള കോംട്രസ്റ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചതായി സാരഥികൾ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ 65% വിലക്കിഴിവിൽ ലഭിക്കുന്നു എന്നതാണ് ഈ മേളയുടെ പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടോൾ പിരിവ് വേണ്ടെന്ന നിലപാടിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറിയില്ലെങ്കിൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് പദ്ധതികൾ തടസ്സപ്പെടുമെന്ന് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്.
മാഫിയ സംഘങ്ങളുടെ തലവന്മാരാണ് ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് 20 വർഷം. സ്മാരകം ഇനിയും യാഥാർത്ഥ്യമായില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.